നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് LP UP സ്കൂൾ ടീച്ചർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുമുള്ള ചില ഭാഗങ്ങളാണ്. അതിൽ ഇന്ന് പഠിക്കാൻ പോകുന്നത് കുട്ടിയും അറിവ് നിർമ്മാണവും എന്ന് പറയുന്ന മേഖലയെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പോൾ കുട്ടിയും അറിവ് നിർമ്മാണവും എന്ന് പറയുന്ന മേഖലയെക്കുറിച്ചുള്ള ക്ലാസ്സാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ താൻ അഭിമുഖീകരിക്കുന്ന, ഇപ്പോൾ ക്ലാസ്സിലൊക്കെ നമ്മൾ കിടക്കുകയാണല്ലേ, താൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൻ്റെ പരിഹരണത്തിനായിട്ട് നടത്തുന്ന അന്വേഷണത്തിലൂടെ ശേഖരിച്ച വിവരങ്ങളെ അപഗ്രഥിച്ച് എത്തിച്ചേരുന്ന നിഗമനങ്ങളെയാണ് അറിവായിട്ട് പറയുന്നത്. അപ്പോൾ താൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൻ്റെ പരിഹരണത്തിനായിട്ട് നടത്തുന്ന അന്വേഷണങ്ങളിലൂടെ ശേഖരിച്ച വിവരങ്ങളെ അപഗ്രഥിച്ച് എത്തിച്ചേരുന്ന നിഗമനങ്ങളാണ് അറിവായിട്ട് രൂപാന്തരപ്പെടുന്നത്. ആർജിത അറിവിനെ പ്രയോജനപ്പെടുത്തിയാണ് കുട്ടി പുതിയ അറിവുകൾ നിർമ്മിക്കുന്നത്. അപ്പോൾ കുട്ടി പുതിയ അറിവുകൾ നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? ആർജിത അറിവിനെ പ്രയോജനപ്പെടുത്തിയാണ് കുട്ടി പുതിയ അറിവുകൾ നിർമ്മിക്കുന്നത്. സ്വന്തം അറിവിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് പ്രശ്ന പരിഹരണത്തിന് സഹായകമായ ചിന്ത നടത്തുകയും അത് പങ്കുവയ്ക്കപ്പെടുകയും കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായിട്ട് സമൂഹത്തെയും പരിസരത്തെയും പ്രയോജനപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് അറിവ് നിർമ്മാണം പൂർത്തിയാക്കപ്പെടുന്നത്. സ്വന്തം അറിവിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് പ്രശ്ന പരിഹരണത്തിന് സഹായകമായ ചിന്ത നടത്തുകയും അത് പങ്കുവയ്ക്കപ്പെടുകയും കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായിട്ട് സമൂഹത്തെയും പരിസരത്തെയും പ്രയോജനപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് അറിവ് നിർമ്മാണം പൂർത്തിയാവുന്നത്. പഠിതാവും ചുറ്റുപാടുകളുമായുള്ള നിരന്തര സമ്പർക്കത്തിലൂടെയാണ് ജ്ഞാനം നിർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ പഠിതാവും ചുറ്റുപാടുകളുമായുള്ള നിരന്തര സമ്പർക്കത്തിലൂടെയാണ് ജ്ഞാനം നിർമ്മിക്കപ്പെടുന്നത്. പഠിതാവിൻ്റെ മനസ്സ് ഒരു കാര്യത്തിൽ കൂടുതൽ തൽപരമാവണമെന്നുണ്ടെങ്കിൽ നിലവിലുള്ള അറിവ് കൊണ്ട് പരിഹരിക്കാനാവാത്ത ഒരു പ്രശ്നം ഉയർന്നു വരണം. അപ്പോൾ പഠിതാവിൻ്റെ മനസ്സ് ഒരു കാര്യത്തിൽ കൂടുതൽ തൽപരമാവണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നിലവിലുള്ള അറിവ് കൊണ്ട് പരിഹരിക്കാനാവാത്ത ഒരു പ്രശ്നം ഉയർന്നു വരണം. പഠനത്തിനായിട്ടുള്ള ആന്തരിക ചോദന അതോടുകൂടി ശക്തമായിട്ട് വരികയാണ് ചെയ്യുക. അറിവ് നിർമ്മാണ പ്രക്രിയയുടെ ഘട്ടങ്ങളെന്ന് പറയാം. അറിവ് നിർമ്മാണ പ്രക്രിയയുടെ ഘട്ടങ്ങൾ എന്തെല്ലാമാണ്? സാമൂഹ്യ പ്രശ്നവുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ബന്ധമുള്ള പഠന പ്രശ്നം കുട്ടി അഭിമുഖീകരിക്കുന്നു. അപ്പോൾ സാമൂഹ്യ പ്രശ്നവുമായിട്ട് പ്രത്യക്ഷമായോ പരോക്ഷമായോ ബന്ധമുള്ള പഠന പ്രശ്നം കുട്ടി അഭിമുഖീകരിക്കുന്നു. പ്രധാനത്തിൻ്റെ പ്രസക്തി അല്ലെങ്കിൽ പഠനത്തിൻ്റെ പ്രസക്തി കുട്ടി തിരിച്ചറിയുകയാണ്. അതോടുകൂടി അറിവ് നിർമ്മാണ പ്രക്രിയയിലേക്ക് കുട്ടി കടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? പ്രശ്നങ്ങളെ ഏറ്റെടുക്കുവാനായിട്ട് ധൈര്യം കാണിക്കുന്നു. അപ്പോൾ പ്രശ്നങ്ങളെ ഏറ്റെടുക്കുന്നു, ചില അനുമാനങ്ങൾ, കൽപ്പനകൾ എന്നിവ രൂപീകരിക്കുന്നു, വർത്തമാനമാണ് എന്ന് പ്രശ്നം മനസ്സിലാക്കുന്നു, അങ്ങനെ പ്രശ്നത്തെ വിശകലനം ചെയ്യുന്നു. പ്രശ്നം ഏറ്റെടുക്കുകയും അനുമാനങ്ങൾ നടത്തുകയും പ്രശ്നം വിശകലനം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് കുട്ടി വരികയാണ് ചെയ്യുന്നത്. പ്രശ്ന നിർദ്ധാരണത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ പതുക്കെ കുട്ടി ആസൂത്രണം ചെയ്യുന്നു. എങ്ങനെ, എപ്പോൾ, എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്ന നിർദ്ധാരണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനായിട്ട് സാധിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ കുട്ടി പങ്കുവച്ചു തുടങ്ങുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. പ്രശ്ന നിർദ്ധാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടി എന്ത് ചെയ്യുന്നു? വിവരങ്ങൾ ശേഖരിക്കുന്നു. ശേഖരിച്ച വിവരങ്ങൾ എന്ത് ചെയ്യുന്നു? ക്രമീകരിക്കുന്നു. ക്രമീകരിച്ച വിവരങ്ങൾ എന്ത് ചെയ്യാണ്? അപഗ്രഥിക്കുന്നു. അപഗ്രഥിച്ചതിന് ശേഷം കുട്ടി ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അപ്പോൾ പ്രശ്ന നിർദ്ധാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കുട്ടി വിവരങ്ങളെ ശേഖരിക്കുന്നു. ശേഖരിച്ച വിവരങ്ങൾ എന്ത് ചെയ്യുന്നു? ക്രമീകരിച്ച് വയ്ക്കുന്നു. അതിൻ്റെ അപഗ്രഥനം നടത്തുന്നു. പിന്നെ നിഗമന രൂപത്തിലേക്ക് എത്തുന്നു. പിന്നെ നിഗമനങ്ങളും ന്യായീകരിക്കലുണ്ട്. എന്താണ് നിഗമനങ്ങളും ന്യായീകരിക്കലും എന്ന് നോക്കാം. നിഗമനങ്ങളും ന്യായീകരിക്കലും എന്താണ്? ചിന്തയെക്കുറിച്ചുള്ള ചിന്ത, അതായത് മെറ്റാ തിങ്കിങ് എന്നാണ് പറയുന്നത്. ചിന്തയെക്കുറിച്ചുള്ള ചിന്ത എന്താണ്? സംവാദം എന്നാണ് നമ്മൾ പറയുക. സംവാദം കൂടുതൽ തെളിവുകൾ, ഉദാഹരണങ്ങൾ അന്വേഷിക്കൽ, പുതിയ സന്ദർഭങ്ങൾ പ്രയോഗിക്കൽ ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നിലവിലുള്ള ജ്ഞാനവുമായിട്ട് അല്ലെങ്കിൽ അവസ്ഥയുമായിട്ട് തട്ടിച്ചു നോക്കാൻ നിലപാടുകൾ സ്വീകരിക്കലുണ്ട്, പ്രതികരിക്കലുണ്ട്, സ്വയം വിലയിരുത്തലുണ്ട്. രൂപീകരിച്ച ആശയവുമായി ബന്ധപ്പെട്ട കൂടുതൽ ആഴങ്ങളിലേക്ക് പുതിയ പഠന പ്രശ്നങ്ങൾ ഏറ്റെടുക്കലും ഇവിടെയാണ് വരുന്നത്. ഇനി പഠനരീതികളുണ്ട്. എന്താണ് പഠനരീതികളെന്ന് നമുക്ക് നോക്കാം. പഠനരീതികൾ, നിലവിലുള്ള പാഠ്യപദ്ധതിയാണ് പഠനരീതി എന്താവണമെന്ന് നിശ്ചയിക്കുന്നത്. അപ്പം നിലവിലുള്ള പാഠ്യപദ്ധതിയാണ് പഠനരീതി എന്താവണമെന്ന് നിശ്ചയിക്കുന്നത്. പഠനരീതിയെ രണ്ടായിട്ട് തിരിക്കാം. പഠനരീതിയെ രണ്ടായിട്ട് തിരിക്കാൻ സാധിക്കുന്നതാണ്. ശിശു കേന്ദ്രീകൃതമായ രീതി എന്ന് പറയും. ശിശു കേന്ദ്രീകൃതമായ രീതിയുണ്ട്. രണ്ടാമത്തത് അധ്യാപക കേന്ദ്രീകൃതമായ രീതിയുണ്ട്. അപ്പോൾ ശിശു കേന്ദ്രീകൃതമായ രീതിയുമുണ്ട്, അധ്യാപക കേന്ദ്രീകൃതമായിട്ടുള്ള രീതിയുമുണ്ട്. ഇനി നമുക്ക് ശിശു കേന്ദ്രീകൃത രീതികൾ എന്തെല്ലാമെന്ന് നോക്കാം. ശിശു കേന്ദ്രീകൃത രീതികൾ എന്തെല്ലാമാണ്? ഒന്ന് അന്വേഷണാത്മക രീതി എന്ന് പറയും. എൻക്വയറി മെത്തേഡാണ് ഒന്നാമത്തേത്. അപ്പോൾ ശിശു കേന്ദ്രീകൃത രീതികൾ എന്ന് പറയുമ്പോൾ അന്വേഷണാത്മക രീതിയാണ്, എൻക്വയറി മെത്തേഡാണ്. അടുത്തത് പ്രശ്ന പരിഹരണ രീതിയാണ്, പ്രോബ്ലം സോൾവിങ് മെത്തേഡാണ് അടുത്തത്. അപ്പോൾ ശിശു കേന്ദ്രീകൃത രീതികൾ എൻക്വയറി മെത്തേഡിലും
പ്രോബ്ലം സോൾവിംഗ് മെത്തേഡിലും ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ശിശു കേന്ദ്രീകൃത രീതികൾ എന്ന് പറയുമ്പോൾ ഇൻക്വയറി മെത്തേഡും ഉണ്ട്, പ്രോബ്ലം സോൾവിംഗ് മെത്തേഡും ഉണ്ട്. അടുത്തത് അപഗ്രഥന രീതിയാണ്. അപഗ്രഥന രീതി എന്ന് പറയുന്നത് അനലറ്റിക്കൽ മെത്തേഡാണ് അല്ലെ, അനലറ്റിക്കൽ മെത്തേഡാണ്. അപഗ്രഥന രീതി എന്ന് പറയുന്നത് അനലറ്റിക്കൽ മെത്തേഡാണ്. അടുത്തത് കളിരീതി അഥവാ പ്ലേ വേ മെത്തേഡ് ഉണ്ട്. പ്ലേ വേ മെത്തേഡ്, അതായത് കളിരീതി എന്നാണ് ഇതറിയപ്പെടുന്നത്. പ്ലേ വേ മെത്തേഡ് അറിയപ്പെടുന്നത് കളിരീതി എന്ന പേരിലാണ്. പിന്നെ പ്രൊജക്റ്റ് രീതിയുണ്ട്. പ്രൊജക്റ്റ് രീതി വെച്ചാൽ പ്രൊജക്റ്റ് മെത്തേഡാണ്. അപ്പോൾ പ്രൊജക്റ്റ് മെത്തേഡ് പ്രൊജക്റ്റ് രീതി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അധ്യാപക കേന്ദ്രീകൃത രീതികളുണ്ട്. എന്താണ് അധ്യാപക കേന്ദ്രീകൃത രീതികളെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. ആഗമന നിഗമന രീതിയുണ്ട് അല്ലേ. ആഗമന നിഗമന രീതി, ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് മെത്തേഡ്, അതാണ് ആഗമന നിഗമന രീതി എന്ന് പറയുന്നത്. പിന്നെ ലെക്ചർ മെത്തേഡ് ഉണ്ട്, അതായത് പ്രഭാഷണ രീതി എന്ന് പറയുന്നത്. പ്രഭാഷണ രീതി അതായത് ലെക്ചർ മെത്തേഡ്. പിന്നെ ഉള്ളത് ഡെമോൺസ്ട്രേഷൻ മെത്തേഡാണ്. ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രദർശന രീതിയാണ്. പ്രദർശന രീതിയാണ് ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്. അന്വേഷണാത്മക രീതിയുണ്ട്, എൻക്വയറി മെത്തേഡ് എന്നാണ് അത് അറിയപ്പെടുന്നത്. എൻക്വയറി മെത്തേഡ്, അന്വേഷണാത്മക രീതി അറിയപ്പെടുന്നത് എൻക്വയറി മെത്തേഡ്. കണ്ടെത്തൽ രീതിയുണ്ട്. കണ്ടെത്തൽ രീതി എന്താണ്, ഹ്യൂറിസ്റ്റിക് മെത്തേഡാണ് കണ്ടെത്തൽ രീതി എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടെത്തൽ രീതി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന എന്താണ്, ഹ്യൂറിസ്റ്റിക് മെത്തേഡാണ് കണ്ടെത്തൽ രീതി എന്ന് പറയുന്നത്. അന്വേഷണാത്മക രീതിയുണ്ട് അല്ല. അന്വേഷണാത്മക രീതി എന്ന് പറഞ്ഞാൽ ഹ്യൂറിസ്റ്റിക് രീതിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്ന പ്രൊഫസർ ഹെൻറി എഡ്വേർഡ് ആംസ്ട്രോങ് ആണ്. ഹെൻറി എഡ്വേർഡ് ആംസ്ട്രോങ്. ഹ്യൂറിസ്റ്റിക് രീതിയുടെ ഉപജ്ഞാതാവാരാണ്, പ്രൊഫസർ ഹെൻറി എഡ്വേർഡ് ആംസ്ട്രോങ് ആണ് ഹ്യൂറിസ്റ്റിക് രീതിയുടെ ഉപജ്ഞാതാവ്. ഒരു സന്ദർഭവുമായോ അനുഭവങ്ങളുമായോ ബന്ധപ്പെട്ടുണ്ടാകുന്ന സംശയ നിവാരണത്തിനായുള്ള അന്വേഷണമാണ് അന്വേഷണാത്മക പഠന രീതി എന്ന് പറയുന്നത്. ഒരു സന്ദർഭവുമായോ അനുഭവങ്ങളുമായോ ബന്ധപ്പെട്ടുണ്ടാകുന്ന സംശയ നിവാരണത്തിനായുള്ള അന്വേഷണമാണ് അന്വേഷണാത്മക പഠന രീതി എന്ന് പറയുന്നത്. അന്വേഷണാത്മക രീതിയുടെ മികവുകൾ എന്തെല്ലാമാണ്? അന്വേഷണാത്മക രീതിയുടെ മികവുകൾ സ്വന്തം അന്വേഷണത്തിലൂടെയും അനുഭവത്തിലൂടെയും അറിവ് നേടുന്നു എന്നതാണ് അന്വേഷണാത്മക രീതിയുടെ മികവുകളെന്ന് പറയുന്നത്. അപ്പോൾ അന്വേഷണാത്മക രീതിയുടെ മികവുകളെന്ന് പറയുന്നത് സ്വന്തം അന്വേഷണത്തിലൂടെയും അനുഭവത്തിലൂടെയും അറിവ് നേടുന്നു എന്നതാണ്. പ്രശ്ന പരിഹരണത്തിൽ ആനന്ദം അനുഭവിക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അതായത് പ്രശ്ന പരിഹരണത്തിൽ ആനന്ദം അനുഭവിക്കുന്നു. സ്വന്തമായി കൽപ്പിക്കുന്ന വിധിയിൽ ജഡ്ജ്മെൻറ്റിൽ വിശ്വസിക്കുന്നു. അപ്പോൾ സ്വന്തമായി കൽപ്പിക്കുന്ന വിധിയിൽ വിശ്വസിക്കുന്നു എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. തെറ്റിനെ ഇവർക്ക് ഭയമില്ല അല്ലെ, തെറ്റിനെ ഭയപ്പെടുത്തുന്നില്ല. അപ്പോൾ തെറ്റിനെ ഭയമില്ലാത്ത ആളുകളാണ് ഇവർ. കാഴ്ചപ്പാടിലെന്നുണ്ട് അയവുണ്ടാകുന്നു. അപ്പോൾ കാഴ്ചപ്പാടിൽ അയവുണ്ടാകുന്നു. എല്ലാ ചോദ്യങ്ങൾക്കും അന്തിമ ഉത്തരം വേണമെന്ന് ഇവർ ശഠിക്കുന്നുമില്ല. എല്ലാ ചോദ്യങ്ങൾക്കും അന്തിമ ഉത്തരം വേണമെന്ന് ഇവർ ശഠിക്കുന്നുമില്ല. Heuristic method is a method of teaching which involves our placing of children as far as possible in the attitude of a discoverer എന്നുള്ളതാണ് പ്രൊഫസർ ഹെൻറി എഡ്വേർഡ് ആംസ്ട്രോങ്ങിൻ്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിർവചനം എന്ന് പറയുന്നത്. കുട്ടികൾ സ്വയം പ്രശ്നപരിഹാരം കണ്ടെത്തുകയും കണ്ടുപിടിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇത്. കുട്ടികൾ സ്വയം പ്രശ്നപരിഹാരം കണ്ടെത്തുകയും കണ്ടുപിടിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇത്. ഉത്തരത്തോടൊപ്പം കടന്നുപോയ പ്രക്രിയയും വളരെ പ്രധാനമാണ്. ഇത് തുടർ പഠനത്തെ സഹായിക്കുന്നതാണ്. ഉത്തരത്തോടൊപ്പം കടന്നുപോയ പ്രക്രിയയും ഇവിടെ പരമപ്രധാനമായിട്ടുള്ളതാണ്. ഇനി സ്വയം പഠനത്തിൻ്റെ രീതിശാസ്ത്രം തിരിച്ചറിയാൻ സഹായിക്കുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. സ്വയം പഠനത്തിൻ്റെ രീതിശാസ്ത്രത്തെ തിരിച്ചറിയുവാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. പ്രശ്ന പരിഹരണ രീതി അഥവാ പ്രോബ്ലം സോൾവിംഗ് മെത്തേഡിനേക്ക് നമുക്കൊന്ന് നോക്കാം അല്ലേ. പ്രശ്ന പരിഹരണ രീതി അഥവാ പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് എന്താണ് എന്നൊന്ന് നോക്കാം. 1984 അമൂർത്തമായ പ്രശ്നപരിഹരണ ശേഷി വികസിപ്പിക്കുന്നതിന് സഹായകരമാകുന്ന ഐഡിയൽ മോഡൽ അവതരിപ്പിച്ചത് ബ്രാൻഡ്ഫോർഡ് സ്റ്റെയിനാണ്. 1984 അമൂർത്തമായ പ്രശ്നപരിഹരണ ശേഷി വികസിപ്പിക്കുന്നതിന് സഹായകരമാകുന്ന ഐഡിയൽ മോഡൽ വികസിപ്പിച്ചത് അല്ലെങ്കിൽ അവതരിപ്പിച്ചത് ബ്രാൻഡ്ഫോർഡ് സ്റ്റെയിനാണ്. നേരിടുന്ന പഠന പ്രശ്നത്തെ പരിഹരിക്കാൻ നിലവിലുള്ള ധാരണയും നൈപുണ്യവും മതിയാവാതെ വരുമ്പോഴാണ് പുതിയ അറിവ് തേടി പോകേണ്ടി വരുന്നത്. നേരിടുന്ന പഠന പ്രശ്നത്തെ അഭിമുഖീകരിക്കാനായിട്ട് നിലവിലുള്ള ധാരണയും നൈപുണ്യവും മതിയാവാതെ വരുമ്പോഴാണ് പുതിയ അറിവ് തേടിപ്പോവേണ്ടി വരുന്നത്. ബഹുതലത്തിലുള്ള ഒരു പ്രക്രിയയാണ് പ്രശ്നപരിഹരണ രീതി എന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ പ്രശ്നപരിഹരണ രീതി എന്ന് വെച്ചാൽ എന്താണ്? ബഹുതലത്തിലുള്ള ഒരു പ്രക്രിയയാണ് പ്രശ്നപരിഹരണ രീതി എന്ന് പറഞ്ഞത്. അത് മേയർ എന്ന് പറഞ്ഞാലാണ് പറഞ്ഞത്. 1983 മേയർ പറഞ്ഞത് ബഹുതലത്തിലുള്ള ഒരു പ്രക്രിയയാണ് പ്രശ്നപരിഹരണ രീതി എന്നത്. പ്രതിഫലനാത്മക ചിന്ത, യുക്തിചിന്ത എന്നിവ വളർത്തുന്നതിന് സഹായകരമാകുന്ന പഠന രീതിയാണ് പ്രശ്നപരിഹരണ രീതി. പ്രതിഫലനാത്മക ചിന്ത, യുക്തിചിന്ത എന്നിവ വളർത്തുന്നതിന് സഹായകമാകുന്ന പഠന രീതിയാണ് പ്രശ്ന പരിഹരണ രീതി. ക്ലാസ് മുറിയിൽ പ്രശ്നപരിഹരണ രീതി ഉപയോഗപ്പെടുത്തുന്ന ടീച്ചർ പിന്തുടരേണ്ട വിവിധ ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ക്ലാസ് മുറിയിൽ പ്രശ്നപരിഹരണ രീതി ഉപയോഗപ്പെടുത്തുന്ന ടീച്ചർ പിന്തുടരേണ്ടുന്ന വിവിധ ഘട്ടങ്ങളുണ്ട്. ഒന്ന്, പ്രശ്നം എന്തെന്ന് നിർണ്ണയിക്കലാണ് ഒന്നാമത്തേത്. പ്രശ്നം എന്തെന്ന് നിർണ്ണയിക്കുക.
പ്രശ്നത്തെക്കുറിച്ചും പ്രശ്നകാരണത്തെക്കുറിച്ചും വിവിധ സ്രോതസ്സുകൾ ഉപയോഗിച്ച് മനസ്സിലാക്കുക എന്നത് അടുത്തത്. അപ്പോൾ പ്രശ്നത്തെക്കുറിച്ചും പ്രശ്നകാരണത്തെക്കുറിച്ചും വിവിധ സ്രോതസ്സുകൾ ഉപയോഗിച്ച് മനസ്സിലാക്കൽ. പ്രശ്നകാരണങ്ങളുടെ വിശകലനവും സാധ്യമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കലുമാണ് അടുത്തത്. അല്ല, പ്രശ്നകാരണങ്ങളുടെ വിശകലനവും സാധ്യമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കലുമാണ് അടുത്ത മാർഗം എന്ന് പറയുന്നത്. പിന്നെയുള്ള എന്താണ്? പരിഹാരങ്ങളുടെ ശക്തി ദൗർബല്യങ്ങളും ദൂരവ്യാപക ഫലങ്ങളും കണ്ടെത്തുക എന്നുള്ളതാണ്. അല്ലേ, പരിഹാരങ്ങളുടെ ശക്തി ദൗർബല്യങ്ങളും ദൂരവ്യാപക ഫലങ്ങളും കണ്ടെത്തൽ എന്നുള്ളതാണ് അടുത്ത നടപടി എന്നത്. ലക്ഷ്യത്തിലെത്തുന്നതിന് ഏറ്റവും യോജിച്ച പരിഹാര മാർഗം എന്താണ്? തിരഞ്ഞെടുക്കൽ എന്നതാണ്. അപ്പോൾ ലക്ഷ്യത്തിലെത്തുന്നതിന് ഏറ്റവും യോജിച്ച പരിഹാര മാർഗം തിരഞ്ഞെടുക്കൽ എന്നതാണ്. അപ്പോൾ തിരഞ്ഞെടുക്കലാണ് ലക്ഷ്യത്തിലെത്തുന്നതിന് ഏറ്റവും യോജിച്ച പരിഹാര മാർഗം എന്നത്. ഇനി പരിഹാര മാർഗത്തിൻ്റെ ഫലപ്രാപ്തി വിലയിരുത്തുന്നതിനുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുക. അല്ലേ, അതും ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാമ്പായ കാര്യമാണ്. പരിഹാര മാർഗത്തിൻ്റെ ഫലപ്രാപ്തി വിലയിരുത്തുന്നതിനുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുക എന്നത്. അധ്യാപികയുടെ റോളുണ്ട്. എന്താണ് അധ്യാപികയുടെ റോൾ? അധ്യാപികയുടെ റോൾ എന്താണ് എന്ന് നോക്കാം. അല്ലേ, പ്രശ്നം നിർവചിക്കുന്നതിന് അവസരമൊരുക്കുക, ഓരോ ഘട്ടത്തിലും ആവശ്യമായ സഹായം ഒരുക്കുക, നിർദ്ദേശങ്ങൾ രൂപീകരിക്കാൻ സഹായിക്കുക. അപ്പോൾ പ്രശ്നം നിർവചിക്കുന്നതിന് അവസരമൊരുക്കുക, ഓരോ ഘട്ടത്തിലും ആവശ്യമായ സഹായം ഒരുക്കുക, നിർദ്ദേശങ്ങൾ രൂപീകരിക്കാൻ സഹായം എത്തിക്കുക, ഓരോ നിർദ്ദേശത്തെയും വിലയിരുത്താൻ അവസരമൊരുക്കുക. അല്ലെ, ഓരോ നിർദ്ദേശത്തെയും വിലയിരുത്തുവാനായിട്ട് അവസരമൊരുക്കി കൊടുക്കുക, നിഗമനങ്ങളുടെ കൃത്യത, യുക്തി എന്നിവ ഉറപ്പാക്കുന്നതിന് സഹായിക്കുകയും വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ശാസ്ത്രീയമായ പ്രശ്ന പരിഹരണത്തിന് ചില ഘട്ടങ്ങൾ ഇവിടെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ശാസ്ത്രീയമായ പ്രശ്ന പരിഹരണത്തിന് ചില ഘട്ടങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാമത്തേതാണ് പ്രശ്നം തിരിച്ചറിയൽ എന്ന് പറയുന്നത്. അല്ലേ, ഒന്നാമത്തേതാണ് പ്രശ്നം തിരിച്ചറിയലാണ്. ഒന്നാമത്തേത് പ്രശ്നം തിരിച്ചറിയൽ. ഐഡൻറ്റിഫൈയിങ് ദ പ്രോബ്ലം എന്നാണ് പറയുന്നത്. പ്രശ്നം തിരിച്ചറിയൽ അഥവാ ഐഡൻറ്റിഫൈയിങ് ദ പ്രോബ്ലം എന്ന് പറയുന്നു. എന്താണ് പ്രശ്നം എന്നാണ് ആദ്യം തിരിച്ചറിയേണ്ടത്. രണ്ടാമത്തേത് പ്രശ്നം നിർവചിക്കൽ അഥവാ ഡിഫൈനിങ് ദ പ്രോബ്ലം എന്നാണ് അത് അറിയപ്പെടുന്നത്. പ്രശ്നം നിർവചിക്കൽ അഥവാ ഡിഫൈനിങ് ദ പ്രോബ്ലം, അതായത് സൂക്ഷ്മതലത്തിൽ പ്രശ്നത്തെ കൃത്യതപ്പെടുത്തുന്നു എന്നതാണ് ഇവിടെ പറയുന്നത്. സൂക്ഷ്മതലത്തിൽ പ്രശ്നം കൃത്യതപ്പെടുത്തുന്നു. ഇനി അടുത്തെന്താണ്? പരികൽപ്പനയുടെ രൂപീകരണം എന്താണെന്ന് നോക്കാം. അല്ലെ, പരികൽപ്പനയുടെ രൂപീകരണം എന്താണ്? ഹൈപ്പോത്തസിസ് ഫോർമേഷൻ എന്ന് പറയുന്നത് പരികൽപ്പനയുടെ രൂപീകരണം. നിലവിലുള്ള അറിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രശ്നത്തിൻ്റെ ചില പരിഹാര മാർഗങ്ങൾ ഊഹിച്ചെടുത്ത് അതിൽ യോജിച്ചവയെ പരികൽപ്പനയായി പരിഗണിക്കാമെന്ന് പറയുന്നു. അപ്പം നിലവിലുള്ള അറിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രശ്നത്തിൻ്റെ ചില പരിഹാര മാർഗങ്ങൾ ഊഹിച്ചെടുത്തുകൊണ്ട് അതിൽ യോജിച്ചവയെ പരികൽപ്പനയായിട്ട് പരിഗണിക്കാം എന്നും പറയുന്നുണ്ട്. ഇനിയുള്ളത് പ്രശ്ന പരിഹാര തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യലാണ്. അല്ലേ, പ്രശ്ന പരിഹാര തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യൽ എന്താണ് ഇത്? പ്രശ്ന പരിഹാര തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യൽ എന്ന് വെച്ചാൽ എന്താണ്? പ്രശ്നപരിഹാരത്തിന് ഉചിതമായ ഏതെല്ലാം തന്ത്രങ്ങൾ സ്വീകരിക്കണമെന്ന് തിട്ടപ്പെടുത്തണം. അതാണ് പ്രശ്നപരിഹാരത്തിന് ഉചിതമായ ഏതെല്ലാം തന്ത്രങ്ങൾ സ്വീകരിക്കണം എന്ന് തിട്ടപ്പെടുത്തണം. അതാണ് ഇവിടുത്തെ കാര്യം. അല്ലേ, കൃത്യമായ രീതി ശാസ്ത്രം, അല്ലെ, മെത്തഡോളജി എന്ന് പറയുന്നത്. കൃത്യമായ രീതിശാസ്ത്രം, മെത്തഡോളജി. കൃത്യമായ രീതിശാസ്ത്രം സ്വീകരിച്ച് ശരിയായ പരിഹാര മാർഗങ്ങളിലൂടെ കടന്നുപോയി ശരിയായ നിഗമനങ്ങളിൽ എത്തിച്ചേരുക എന്നതാണ് പ്രശ്നപരിഹാര തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യലിൽ പ്രധാനമായിട്ടും പെടുന്നത്. ഇനി തന്ത്രങ്ങൾ നടപ്പിലാക്കാൻ അല്ലെങ്കിൽ വിവരശേഖരണം, കളക്ഷൻ ഓഫ് ഡേറ്റ ഉണ്ടല്ലോ. തന്ത്രങ്ങൾ നടപ്പിലാക്കൽ അല്ലെങ്കിൽ വിവരശേഖരണം, കളക്ഷൻ ഓഫ് ഡേറ്റയുണ്ട്. ആവശ്യമായ വിവരശേഖരണം, ഡാറ്റ കളക്ഷൻ, അല്ലെ, ആവശ്യമായ വിവരശേഖരണം അഥവാ ഡാറ്റ കളക്ഷൻ നടത്തി ആസൂത്രണം ചെയ്ത പ്രശ്ന പരിഹരണ തന്ത്രങ്ങൾ കൃത്യതയോടെ നടപ്പിലാക്കുക. ആവശ്യമായ വിവരശേഖരണം നടത്തി ആസൂത്രണം ചെയ്ത പ്രശ്ന പരിഹരണ തന്ത്രങ്ങൾ കൃത്യതയോടെ നടപ്പിലാക്കുക. അതായത് അപഗ്രഥനവും നിഗമനവുമാണ് വരുന്നത്. അപഗ്രഥനം, നിഗമനം എന്നിവയാണ് വരുന്നത്. അപഗ്രഥനവും നിഗമനവും. ശേഖരിച്ച വിവരങ്ങൾ ക്രോഡീകരിച്ച് അപഗ്രഥിച്ച് ചില നിഗമനങ്ങളിൽ എത്തിച്ചേരുക എന്താണ് പ്രധാനം. അപ്പോൾ ശേഖരിച്ച വിവരങ്ങൾ ക്രോഡീകരിച്ച് അപഗ്രഥിച്ച് ചില നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപഗ്രഥനവും നിഗമനവും എന്ന് പറയുന്നത്. ഇനിയുള്ളത് വിലയിരുത്തലാണ്. എന്താണ് വിലയിരുത്തൽ? നിർവഹണ പ്രക്രിയയെ ഫലപ്രദമായി വിലയിരുത്തുകയാണ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. അപ്പം നിർവഹണ പ്രക്രിയയെ ഫലപ്രദമായിട്ട് വിലയിരുത്തുകയാണ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. അടുത്തത് എന്താണ്? അപഗ്രഥന രീതി എന്ന് നമ്മൾ പറയുന്നത്. അല്ല, അപഗ്രഥന രീതി എന്താണ്? അപഗ്രഥന രീതി എന്ന് പറയുന്നത് അനലറ്റിക്കൽ മെത്തേഡ്. പ്രശ്നത്തെ ഉപപ്രശ്നങ്ങളാക്കി മാറ്റി പരിഹാരം കാണുന്ന പഠന രീതിയാണ് അപഗ്രഥന രീതി എന്ന് പറയുന്നത്. അപ്പോൾ പ്രശ്നത്തെ ഉപപ്രശ്നങ്ങളാക്കി മാറ്റി പരിഹാരം കാണുന്ന പഠന രീതിയാണ് അപഗ്രഥന രീതി എന്ന് പറയുന്നത്. അപഗ്രഥന രീതിയിലൂടെ പ്രശ്നത്തിൻ്റെ വിവിധ വശങ്ങളും പ്രശ്നകാരണവും തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപഗ്രഥന രീതിയിലൂടെ പ്രശ്നത്തിൻ്റെ വിവിധ വശങ്ങളും പ്രശ്നകാരണവും നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി അപഗ്രഥന രീതിയുടെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. അല്ലെ, അപഗ്രഥന രീതിയുടെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തെല്ലാമാണ്?
പഠിതാവിൻ്റെ എല്ലാ സംശയങ്ങളെയും ദൂരീകരിക്കാൻ കഴിയുന്ന യുക്തിസഹമായ രീതിയാണ്, അല്ലെ? പഠിതാവിൻ്റെ എല്ലാ സംശയങ്ങളെയും ദൂരീകരിക്കാൻ കഴിയുന്ന യുക്തിസഹമായ രീതി, പഠിതാവിൻ്റെ എല്ലാ സംശയങ്ങളെയും ദൂരീകരിക്കാൻ കഴിയുന്ന യുക്തിസഹമായ രീതി അപഗ്രഥന രീതിയുടെ ഒരു പ്രധാനപ്പെട്ട നേട്ടമാണ്. കണ്ടെത്തൽ പഠനത്തിനും ആശയഗ്രഹണത്തിനും ഏറ്റവും യോജിച്ച രീതിയും ഇതാണ്, അല്ലെ? കണ്ടെത്തൽ പഠനത്തിനും ആശയഗ്രഹണത്തിനും ഏറ്റവും യോജിച്ച പഠന രീതിയും ഇത് തന്നെയാണ്. പഠനരീതിയുടെ ഓരോ ഘട്ടവും സ്വാഭാവികമായി വികസിച്ചു വരുന്നതും യുക്തിസഹവും നീതീകരിക്കുവാൻ കഴിയുന്നതുമാണ് ഈ ഘട്ടത്തിലുള്ളത്. ഓരോ ഘട്ടത്തിലും പഠിതാവ് നിരവധി ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുന്നു. അപ്പോൾ ഓരോ ഘട്ടത്തിലും പഠിതാവ് നിരവധി ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുന്നു എന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ്. ഇത് പഠിതാവിൻ്റെ ചിന്താശേഷിയെ വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഓരോ ഘട്ടത്തിലും പഠിതാവ് നിരവധി ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുന്നു എന്ന് പറയുമ്പോൾ പഠിതാവിൻ്റെ ചിന്താശേഷി ഇവിടെ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിൻ്റെ ഉയർന്ന തലത്തിലുള്ള പ്രകടനം, അതാണ് അപഗ്രഥനം എന്ന് പറഞ്ഞതാണ് തോൺഡൈക്ക്. അപ്പോൾ തോൺഡൈക്ക് പറഞ്ഞ കാര്യമാണ് മനസ്സിൻ്റെ ഉയർന്ന തലത്തിലുള്ള പ്രകടനമാണ് അപഗ്രഥനം. അപ്പോൾ അപഗ്രഥനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൻ്റെ ഉയർന്ന തലത്തിലുള്ള പ്രകടനത്തിനെയാണ് നമ്മൾ അപഗ്രഥനം എന്ന് പറയുന്നത്. അപഗ്രഥന രീതിയുടെ പരിമിതികളുണ്ട്, അതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. എന്താണ് അപഗ്രഥന രീതിയുടെ പരിമിതികളെന്ന് നമുക്കൊന്ന് നോക്കാം. അപഗ്രഥന രീതിയുടെ പരിമിതികൾ നമുക്കൊന്ന് നോക്കാം. എന്താണ്? ഒന്ന്, ദൈർഘ്യമേറിയ പ്രക്രിയയാണ് അപഗ്രഥനം എന്ന് പറയുന്നു. അപ്പോൾ അപഗ്രഥനം എന്നത് ഒരു ദൈർഘ്യമേറിയ പ്രക്രിയയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. രണ്ടാമതെന്താണ്? മികവും വേഗവും ആർജിക്കാൻ പ്രയാസമുള്ള ഒന്നായിട്ട് ഇത് കണക്കാക്കപ്പെടുന്നു. അതായത് മികവും വേഗവും ആർജിക്കാൻ പ്രയാസമുള്ള ഒന്നാണ് ഈ പ്രക്രിയ എന്ന് പറയുന്നു. ഇനി പ്രൊജക്റ്റ് രീതിയെക്കുറിച്ച് നമുക്ക് നോക്കാം. എന്താണ് പ്രൊജക്റ്റ് രീതി അല്ലെങ്കിൽ പ്രൊജക്റ്റ് മെത്തേഡ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം, അല്ല? പ്രൊജക്റ്റ് രീതി അല്ലെങ്കിൽ പ്രൊജക്റ്റ് മെത്തേഡ് എന്താണ് എന്ന് നോക്കാം. ഒരു യഥാർത്ഥ ജീവിത പ്രശ്നമോ സാന്ദർഭികമായി വന്നുചേരുന്ന പ്രശ്നമോ നിശ്ചിത സമയപരിധിക്കുള്ളിൽ അപഗ്രഥിച്ച് പരിഹാരം കണ്ടെത്തുന്ന പഠന രീതിയാണ് പ്രൊജക്റ്റ് രീതി എന്ന് പറയുന്നത്. ഒരു യഥാർത്ഥ ജീവിത പ്രശ്നമോ സാന്ദർഭികമായി വന്നുചേരുന്ന പ്രശ്നമോ നിശ്ചിത സമയപരിധിക്കുള്ളിൽ അപഗ്രഥിച്ച് പരിഹാരം കണ്ടെത്തുന്ന പഠന രീതിയാണ് പ്രൊജക്റ്റ് രീതി എന്ന് പറയുന്നത്. പ്രൊജക്റ്റ് രീതിയുടെ ഉപജ്ഞാതാവ് ആരാണ് എന്ന് നമുക്കൊന്ന് നോക്കാം, അല്ല? പ്രൊജക്റ്റ് രീതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? വില്യം എച്ച് കിൽപാട്രിക്. വില്യം എച്ച് കിൽപാട്രിക് ആണ് പ്രൊജക്റ്റ് രീതിയുടെ ഉപജ്ഞാതാവ്. അപ്പോൾ പ്രൊജക്റ്റ് രീതിയുടെ ഉപജ്ഞാതാവ് ആര് എന്ന് ചോദിച്ചാൽ വില്യം എച്ച് കിൽപാട്രിക് ആണ് പ്രൊജക്റ്റ് രീതിയുടെ ഉപജ്ഞാതാവ്. വ്യത്യസ്ത ഇനം പ്രൊജക്റ്റുകൾ എന്തെന്ന് നമുക്ക് നോക്കാം, അല്ലെ? വ്യത്യസ്ത ഇനം പ്രൊജക്റ്റുകൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം, അല്ലെ? വ്യത്യസ്ത ഇനം പ്രൊജക്റ്റുകൾ: ഉൽപാദന പ്രൊജക്റ്റ്, ഉപഭോക്തൃ പ്രൊജക്റ്റ്, പ്രശ്ന പ്രൊജക്റ്റ്, വ്യായാമ പ്രൊജക്റ്റ് എന്നിവയാണ് വ്യത്യസ്ത ഇനം പ്രൊജക്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഉൽപാദന പ്രൊജക്റ്റ്, ഉപഭോക്തൃ പ്രൊജക്റ്റ്, പ്രശ്ന പ്രൊജക്റ്റ്, വ്യായാമ പ്രൊജക്റ്റ് എന്നിവയാണ് വ്യത്യസ്ത ഇനം പ്രൊജക്റ്റുകൾ എന്ന് പറയുന്നത്. ജോൺ ഡ്യൂയിയുടെ പ്രായോഗിക വാദവുമായി ബന്ധമുള്ള പഠന രീതിയാണ് പ്രൊജക്റ്റ് രീതി എന്ന് പറയുന്നത്. ജോൺ ഡ്യൂയിയുടെ പ്രായോഗിക വാദവുമായി ബന്ധമുള്ള പഠന രീതിയാണ് പ്രൊജക്റ്റ് രീതി എന്ന് പറയുന്നത്. പ്രൊജക്റ്റ് രീതിയുടെ സവിശേഷതകൾ പ്രശ്നാധിഷ്ഠിതമാണ്. അപ്പോൾ പ്രൊജക്റ്റ് രീതിയുടെ സവിശേഷതകൾ എങ്ങനെയുള്ളതാണ്? പ്രശ്നാധിഷ്ഠിതമാണ് പ്രൊജക്റ്റ് രീതിയുടെ സവിശേഷതകൾ എന്ന് പറയുന്നത്. എല്ലാ പ്രൊജക്റ്റുകളും പഠിതാക്കൾ നേരിടുന്ന പ്രശ്ന പരിഹരണത്തിന് വേണ്ടിയുള്ളതാണ് എന്നാണ് പറയുന്നത്. എല്ലാ പ്രൊജക്റ്റുകളും പഠിതാക്കൾ നേരിടുന്ന പ്രശ്ന പരിഹരണത്തിന് വേണ്ടിയുള്ളതാണ്. പ്രശ്നത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് പ്രൊജക്റ്റ് രീതിയുടെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത്. പ്രൊജക്റ്റുകളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ പ്രശ്നത്തെക്കുറിച്ചുള്ള തിരിച്ചറിവാണ് പ്രൊജക്റ്റ് രീതിയുടെ ആദ്യത്തെ ഘട്ടമായി കണക്കാക്കുന്നത്. ഉദ്ദേശ്യാധിഷ്ഠിതം, അതായത് ഒബ്ജക്റ്റീവ് ബേസ്ഡ് ആണ് പ്രൊജക്റ്റ് രീതിയുടെ ഉദ്ദേശ്യാധിഷ്ഠിതം അഥവാ ഒബ്ജക്റ്റീവ് ബേസ്ഡ് എന്താണ്, അല്ലെ? പ്രൊജക്റ്റ് രീതിയുടെ വിജയം, ഉദ്ദേശ്യം എന്നിവ സംബന്ധിച്ച് പഠിതാക്കൾക്കുള്ള കൃത്യമായ ധാരണയാണ് ഈ ഉദ്ദേശ്യാധിഷ്ഠിതം എന്ന രീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ പ്രൊജക്റ്റ് ഈസ് എ പ്രോബ്ലമാറ്റിക് ആക്ട് ക്യാരീഡ് ടു ദ കംപ്ലീഷൻ ഇൻ ഇറ്റ്സ് നാച്ചുറൽ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ജോൺ ആൽഫ്രഡ് സ്റ്റീവൻസൺ ആണ്. എ പ്രൊജക്റ്റ് ഈസ് എ പ്രോബ്ലമാറ്റിക് ആക്ട് ക്യാരീഡ് ടു ദ കംപ്ലീഷൻ ഇൻ ഇറ്റ്സ് നാച്ചുറൽ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ജോൺ ആൽഫോർഡ് സ്റ്റീവൻസൺ ആണ്. എ പ്രൊജക്റ്റ് ഈസ് എ ബിറ്റ് ഓഫ് റിയൽ ലൈഫ് ദാറ്റ് ഹാസ് ബീൻ ഇമ്പോർട്ടഡ് ഇൻ ടു ദ സ്കൂൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ബല്ലാഡ് ആണ്. അപ്പോൾ ബല്ലാഡ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് എന്ത്? എ പ്രൊജക്റ്റ് ഈസ് എ ബിറ്റ് ഓഫ് റിയൽ ലൈഫ് ദാറ്റ് ഹാസ് ബീൻ ഇമ്പോർട്ടഡ് ഇൻ ടു ദ സ്കൂൾ, അത് പറഞ്ഞിരിക്കുന്നത് ബല്ലോഡാണ്. എ പ്രൊജക്റ്റ് ഈസ് എ whole-hearted purposeful activity proceeding in a social environment എന്ന് പറഞ്ഞിരിക്കുന്നത് വില്യം ഹേഡ് കിൽപാട്രിക് ആണ്. എ പ്രൊജക്റ്റ് ഈസ് എ whole-hearted purposeful activity proceeding in a social environment എന്ന് പറഞ്ഞിരിക്കുന്നത് വില്യം ഹേഡ് കിൽപാട്രിക് ആണ്. പ്രവർത്തനാധിഷ്ഠിതം അഥവാ ആക്ടിവിറ്റി ബേസ്ഡ്. എന്താണ് പ്രവർത്തനാധിഷ്ഠിതം അഥവാ ആക്ടിവിറ്റി ബേസ്ഡ് എന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലെ? പ്രവർത്തനാധിഷ്ഠിതം അഥവാ ആക്ടിവിറ്റി ബേസ്ഡ്.
ഉദ്ദേശ്യം കൃത്യമായി കഴിഞ്ഞാൽ പഠനാന്തരീക്ഷം ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. ഉദ്ദേശ്യം കൃത്യമായി കഴിഞ്ഞാൽ പഠനാന്തരീക്ഷം ഉണ്ടാക്കണം. പഠിതാക്കൾ സ്വയം ആസൂത്രണത്തിലൂടെയും ചർച്ചയിലൂടെയും സംഘപ്രവർത്തനങ്ങളിലൂടെയും പഠനം തുടങ്ങണം എന്നും പറയുന്നു. ഉദ്ദേശ്യം കൃത്യമായി കഴിഞ്ഞാൽ പഠനാന്തരീക്ഷം ഉണ്ടാക്കണമെന്നും പഠിതാക്കൾ സ്വയം ആസൂത്രണത്തിലൂടെയും ചർച്ചയിലൂടെയും സംഘപ്രവർത്തനങ്ങളിലൂടെയും പഠനം തുടങ്ങണം എന്നും പറയുന്നുണ്ട്. യാഥാർത്ഥ്യമുണ്ട്. എന്താണ് യാഥാർത്ഥ്യം? റിയലിസ്റ്റിക്. ഫലപ്രദമായ പഠനത്തിന് യഥാർത്ഥ ജീവിത സന്ദർഭം ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫലപ്രദമായ പഠനത്തിന് യഥാർത്ഥ ജീവിത സന്ദർഭം ഉണ്ടാകണം എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം അഥവാ റിയലിസ്റ്റിക്. സ്വാതന്ത്ര്യം അഥവാ ഫ്രീഡം ഉണ്ട്. സ്വാതന്ത്ര്യം അഥവാ ഫ്രീഡം എന്താണ്? പഠനം ഫലപ്രദമായി നടക്കണമെങ്കിൽ പഠിതാക്കൾക്ക് സ്വതന്ത്രമായി പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് അവസരം ഒരുക്കണമെന്നാണ് പറയുന്നത്. പഠനം ഫലപ്രദമായി നടക്കണമെങ്കിൽ പഠിതാക്കൾക്ക് സ്വതന്ത്രമായി പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് അവസരം ഒരുക്കണം. ഉപയോഗക്ഷമത അഥവാ യൂസബിലിറ്റി ഉണ്ട്. ഉപയോഗക്ഷമത നേടിയ അറിവ് പഠിതാക്കൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഉപയോഗക്ഷമത എന്ന് വെച്ചാൽ നേടിയ അറിവ് പഠിതാക്കൾക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായിക്കണമെന്ന് പറയുന്നതാണ് ഉപയോഗക്ഷമത അഥവാ യൂസബിലിറ്റി എന്ന് പറയുന്നത്. ഉദ്ഗ്രഥനം അഥവാ ഇൻ്റഗ്രേഷൻ ഉണ്ട്. എന്താണ് ഉദ്ഗ്രഥനം അഥവാ ഇൻ്റഗ്രേഷൻ? യഥാർത്ഥ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് ഈ രീതി എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് ഈ രീതി. ഒരു വിഷയത്തെ മാത്രം പരിഗണിച്ചല്ല പ്രൊജക്റ്റ് രീതി മുന്നേറുന്നത്. അപ്പോൾ ഒരു വിഷയത്തെ മാത്രം പരിഗണിച്ചല്ല പ്രൊജക്റ്റ് രീതി മുന്നേറുന്നത്. ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വിവിധ വിഷയങ്ങളുടെ ഉദ്ഗ്രഥനം നടക്കേണ്ടതുണ്ട്. അപ്പോൾ യഥാർത്ഥ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് ഏത് രീതി? ഉദ്ഗ്രഥനം എന്ന് പറയുന്നത് അഥവാ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഒരു വിഷയത്തെ മാത്രം പരിഗണിച്ച് അല്ല പ്രൊജക്റ്റ് രീതി മുന്നേറുന്നത്. ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വിവിധ വിഷയങ്ങളുടെ ഉദ്ഗ്രഥനം നടക്കേണ്ടതുമുണ്ട്. ഇനി ജനാധിപത്യ മൂല്യങ്ങളുണ്ടല്ലോ, ഡെമോക്രാറ്റിക് വാല്യൂസ് ഉണ്ട്. എന്താണ് ഡെമോക്രാറ്റിക് വാല്യൂസ്? ജനാധിപത്യ മൂല്യങ്ങൾ എന്താണ്? ഇതൊരു സംഘപ്രവർത്തനമാണെന്നാണ് പറയുന്നത് അല്ലേ. ഇത് ഒരു സംഘപ്രവർത്തനമാണ്. ആശയങ്ങൾ കൊണ്ടും കൊടുത്തുമാണ് പ്രൊജക്റ്റ് രീതി മുന്നേറുന്നത് അല്ലേ. ഇതൊരു സംഘപ്രവർത്തനമാണ്. ആശയങ്ങൾ കൊണ്ടും കൊടുത്തുമാണ് പ്രൊജക്റ്റ് രീതി മുന്നേറുന്നത്. ചർച്ചാ, സംവാദം എന്നീ ജനാധിപത്യ രീതികൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉള്ളതാണ്. ഇനി പ്രൊജക്റ്റ് രീതിയുടെ മികവുകളുണ്ട്. എന്താണ് പ്രൊജക്റ്റ് രീതിയുടെ മികവുകൾ? സജീവമായ പഠന പ്രക്രിയയാണ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സജീവമായ പഠന പ്രക്രിയയാണ് പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. പഠിതാക്കളുടെ സമ്പൂർണ്ണ പങ്കാളിത്തം ഉറപ്പാക്കുന്നതാണ് ഈ പ്രൊജക്റ്റ് രീതി എന്ന് പറയുന്നത്. സമഗ്ര വ്യക്തിത്വ വികസനമാണ് ഇവിടെ സാധ്യമാക്കുന്നത്. ഇപ്പോൾ സജീവമായ പഠന പ്രക്രിയയാണ് പ്രൊജക്റ്റ്. പഠിതാക്കളുടെ സമ്പൂർണ്ണ പങ്കാളിത്തം ഉറപ്പാക്കുന്നു. സമഗ്ര വ്യക്തിത്വ വികസനം ഇവിടെ സാധ്യമാക്കുന്നു. യഥാർത്ഥ ജീവിത പ്രശ്നങ്ങളുമായിട്ട് ബന്ധമുള്ളതാകയാൽ ഭാവി ജീവിതത്തിൽ ഈ രീതിയിലുള്ള പഠനം സഹായിക്കുന്നുണ്ട്. യഥാർത്ഥ ജീവിത പ്രശ്നങ്ങളുമായിട്ട് ബന്ധമുള്ളതാകയാൽ ഭാവി ജീവിതത്തിൽ ഈ രീതിയിലുള്ള പഠനം സഹായിക്കുന്നുണ്ട്. പഠിതാവ് പൂർണ്ണ സ്വാതന്ത്ര്യം ഇവിടെ അനുഭവിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പഠിതാവ് ഇവിടെ പൂർണ്ണ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്. ഇത് ആത്മവിശ്വാസം വളർത്തുന്നതിനും ഉത്തരവാദിത്ത ബോധം ഉള്ളവരാക്കി മാറ്റുന്നതിനും സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് ആത്മവിശ്വാസം വളർത്തുന്നതിനും ഉത്തരവാദിത്ത ബോധം ഉള്ളവരാക്കുന്നതിനും സഹായിക്കുന്നു. സഹകരണം, സംഘപ്രവർത്തനം, ത്യാഗം തുടങ്ങിയ സാമൂഹ്യ ഗുണങ്ങൾ ആർജിക്കുന്നതിന് ഇത് സഹായകരമാണ്. അപ്പോൾ സഹകരണം, സംഘപ്രവർത്തനം, ത്യാഗം തുടങ്ങിയ സാമൂഹ്യ ഗുണങ്ങൾ ആർജിക്കുന്നതിന് ഇത് സഹായിക്കുന്നു. ആന്തരിക പ്രചോദനത്തിലൂടെ പഠനത്തിൽ താല്പര്യം ഉള്ളവരാക്കി കുട്ടികൾ മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആന്തരിക പ്രചോദനത്തിലൂടെ പഠനത്തിൽ താല്പര്യമുള്ളവരായിട്ട് കുട്ടികൾ മാറ്റപ്പെടുന്നു. പ്രശ്ന പരിഹരണത്തിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദം ഇവിടെ തുടർ പഠനത്തെ സ്വാധീനിക്കുന്നു. പ്രശ്ന പരിഹരണത്തിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദം തുടർ പഠനത്തെ ഇവിടെ സ്വാധീനിക്കുകയാണ് ചെയ്യുന്നത്. കളിരീതി, ക്രീഡാരീതി അഥവാ പ്ലേ വേ മെത്തേഡ് എന്നാണ് പറയുന്നത്. കളിരീതി അഥവാ ക്രീഡാരീതി, പ്ലേ വേ മെത്തേഡ്, അതായത് സക്രിയമായ പഠന രീതി അവലംബിച്ചിരിക്കുന്ന ബോധന രീതിയാണ് കളിരീതി എന്ന് പറയുന്നത്. അപ്പോൾ സക്രിയമായ പഠന രീതി അവലംബിച്ചിരിക്കുന്ന ബോധന രീതിയാണ് കളിരീതി എന്ന് പറയുന്നത്. അപ്പോൾ കളിരീതിയുടെ പ്രചാരകൻ ആരാണ്? ഹെൻറി കാൻഡൽ കുക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ് കളിരീതിയുടെ പ്രചാരകൻ. അപ്പോൾ കളിരീതിയുടെ പ്രചാരകൻ ഹെൻറി കാൽഡാൻ കുക്ക് ആണ് കളിരീതിയുടെ പ്രചാരകൻ. കളിരീതിയിലൂടെയുള്ള പഠനം കുട്ടികളെ സ്വതസിദ്ധമായ ആഹ്ലാദ തിമിർപ്പ് പ്രകടിപ്പിക്കാനായിട്ട് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കളിരീതിയിലൂടെയുള്ള പഠനം കുട്ടികളെ സ്വതസിദ്ധമായ ആഹ്ലാദ തിമിർപ്പ് പ്രകടിപ്പിക്കുവാനായിട്ട് സഹായിക്കുന്നുണ്ട്. ചുറ്റുപാടും സംഭവിക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാനും ജിജ്ഞാസയെ തൃപ്തിപ്പെടുത്താനും അപകടരഹിതമായ അവസ്ഥകളിൽ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്താനും സഹായകമാകുന്ന പഠന രീതിയാണ് കളിരീതി എന്ന് പറയുന്നത്. ചുറ്റുപാടും സംഭവിക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാനും ജിജ്ഞാസയെ തൃപ്തിപ്പെടുത്താനും അപകടരഹിതമായ അവസ്ഥകളിൽ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്താനും സഹായകമാകുന്ന പഠന രീതിയാണ് കളിരീതി എന്ന് പറയുന്നത്. സംവേദനശേഷിയുടെ വളർച്ചയ്ക്കും പുതുതായി ലഭ്യമാകുന്ന ബുദ്ധിപരമായ കഴിവുകളെ പ്രവർത്തന നിരതമാക്കാനും
വികസിപ്പിക്കാനും അനന്തമായ അവസരങ്ങളാണ് കളികൾ പ്രദാനം ചെയ്യുന്നത്. സംവേദനശേഷിയുടെ വളർച്ചയ്ക്കും പുതുതായി ലഭ്യമാകുന്ന ബുദ്ധിപരമായ കഴിവുകളെ പ്രവർത്തന നിരതമാക്കാനും വികസിപ്പിക്കാനും അനന്തമായ അവസരങ്ങളാണ് കളികൾ പ്രദാനം ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് ചലനത്തിന് പ്രാധാന്യമുള്ള കളികളിൽ ഏർപ്പെടുത്തുന്ന നഴ്സറി കുട്ടികൾ ചലനത്തിന് പ്രാധാന്യമുള്ള കളികളിൽ ഏർപ്പെടുന്ന നഴ്സറി കുട്ടികൾ വേഗതയെക്കുറിച്ചും ഗുരുത്വാകർഷണത്തെക്കുറിച്ചും ദിശ, തുലനം എന്നിവയെക്കുറിച്ചുമൊക്കെ പഠിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ചലനത്തിന് പ്രാധാന്യമുള്ള കളികളിൽ ഏർപ്പെടുന്ന നഴ്സറി കുട്ടികൾ വേഗതയെക്കുറിച്ച്, ഗുരുത്വാകർഷണത്തെക്കുറിച്ച്, ദിശ, തുലനം എന്നിവയെക്കുറിച്ചുമൊക്കെയാണ് പഠിക്കുന്നത്. മണ്ണിൽ കളിക്കുന്ന കുട്ടി വ്യത്യസ്ത ആകൃതിയിലുള്ള വസ്തുക്കൾ മണ്ണിൽ വ്യത്യസ്തങ്ങളായി അടയാളങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നില്ല. മണ്ണിൽ കളിക്കുന്ന കുട്ടിക്ക് തോന്നുന്നത് എന്താണ്? വ്യത്യസ്ത ആകൃതിയിലുള്ള വസ്തുക്കൾ മണ്ണിൽ കളിക്കുമ്പോൾ മണ്ണിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള അടയാളങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. അതായത് റബ്ബർ പന്ത് കളിക്കുന്ന കുട്ടി റബ്ബർ പന്ത് കളിക്കുന്ന കുട്ടി കൂടുതൽ ശക്തിയിലെറിയുമ്പോൾ പന്ത് കൂടുതൽ ഉയരങ്ങളിലേക്ക് പൊങ്ങിപ്പോകുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതേപോലെ കട്ടകൾ കൊണ്ട് കളിവീടുണ്ടാക്കുമ്പോൾ അവ അടുക്കി വയ്ക്കേണ്ടതിനെ പറ്റിയും വേണ്ട വിധത്തിൽ ഇവയ്ക്ക് താങ്ങ് കൊടുക്കേണ്ടതിനെ പറ്റിയും കുട്ടികൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കട്ടകൾ കൊണ്ട് കളിവീടുണ്ടാക്കുമ്പോൾ അവ അടുക്കി വയ്ക്കേണ്ടതിനെ പറ്റിയും വേണ്ട വിധത്തിൽ ഇവയ്ക്ക് താങ്ങ് കൊടുക്കേണ്ടതിനെ പറ്റിയുമാണ് കുട്ടികൾ പഠിക്കുന്നത്. ഞാൻ എന്ന ഭാവത്തിൽ നിന്ന് മറ്റുള്ളവരുടെ വികാരവിചാരങ്ങളെ സ്വന്തമെന്ന പോലെ അനുഭവിച്ചറിയാനുള്ള കുഞ്ഞുങ്ങളുടെ കഴിവ് പടിപടിയായി വികസിക്കുന്നതിന് കളികൾ അത്യന്താപേക്ഷിതമാണ്. അതായത് ഞാനെന്ന ഭാവത്തിൽ നിന്ന് മറ്റുള്ളവരുടെ വികാരവിചാരങ്ങളെ സ്വന്തമെന്ന പോലെ അനുഭവിച്ചറിയാനുള്ള കുഞ്ഞുങ്ങളുടെ കഴിവ് പടിപടിയായി വികസിക്കുന്നതിന് കളികൾ അത്യന്താപേക്ഷിതമാണ്. പ്രകൃതിയിൽ തന്നെ രസം കാണുന്ന പ്രവൃത്തികളാണ് കളികളെന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃതിയിൽ തന്നെ രസം കാണുന്ന പ്രവൃത്തികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കളികൾ എന്ന് പറയുന്നത്. കളികളിൽ കൂടി കടമകളും ചുമതലകളും പൊരുത്തപ്പെട്ടു പോകുന്നതും സ്വാതന്ത്ര്യം ഹനിക്കാത്തതുമായ ആത്മശിക്ഷണം ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കളികളിൽ കൂടി എന്താണ്? കടമകളും ചുമതലകളും പൊരുത്തപ്പെട്ടു പോകുന്നതും സ്വാതന്ത്ര്യം ഹനിക്കാത്തതുമായ ആത്മശിക്ഷണം ലഭിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കളികളിൽ കൂടി കടമകളും ചുമതലകളും പൊരുത്തപ്പെട്ടു പോകുന്നതും സ്വാതന്ത്ര്യം ഹനിക്കാത്തതുമായ ആത്മശിക്ഷണം ലഭിക്കുകയും ചെയ്യുന്നു. സഹകരണം, അനുസരണം, ഭൂതഭയം, ത്യാഗം എന്താണ് നമുക്ക് നോക്കാം അതായത് കുട്ടികൾക്ക് ലഭിക്കുന്ന ഗുണങ്ങളാണ് സഹകരണം, അനുസരണം, ഭൂതഭയം, ത്യാഗം എന്നിവ. പ്രതിപക്ഷ ബഹുമാനം, ആത്മവിശ്വാസം, സംതൃപ്തി ഇതെല്ലാം കളികളിൽ നിന്ന് ലഭിക്കുന്നതാണ് പ്രതിപക്ഷ ബഹുമാനം, ആത്മവിശ്വാസം, സംതൃപ്തി ഇതെല്ലാം കളികളിൽ നിന്ന് ലഭിക്കുന്ന ഗുണങ്ങളാണ് സഹകരണം, അനുസരണം, ഭൂതഭയം, ത്യാഗം, പ്രതിപക്ഷ ബഹുമാനം, ആത്മവിശ്വാസം, സംതൃപ്തി ഇതെല്ലാം കുട്ടികൾക്ക് കളികളിൽ നിന്ന് ലഭിക്കുന്ന ഗുണങ്ങളാണ്. കളിസ്ഥലത്ത് വെച്ചാണ് കുട്ടി ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ കുട്ടി ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നത് എവിടെ വെച്ചാണ്? കളിസ്ഥലത്ത് വെച്ചിട്ടാണ്. അപ്പോൾ കളിസ്ഥലത്ത് വെച്ചിട്ടാണ് കുട്ടി ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നത്. മറ്റുള്ളവരുടെ അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും അംഗീകരിക്കുക, നിയമങ്ങൾ ലംഘിക്കാതിരിക്കുക, ഭൂരിപക്ഷത്തിൻ്റെ ഹിതത്തെ മാനിക്കുക എന്നിവയൊക്കെ കളിയിൽ സ്വയം പാലിക്കപ്പെടുന്ന തത്വങ്ങളാണ്. കളിസ്ഥലത്ത് വെച്ചാണ് കുട്ടി ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നത്. മറ്റുള്ളവരുടെ അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും അംഗീകരിക്കുക, നിയമങ്ങൾ ലംഘിക്കാതിരിക്കുക, ഭൂരിപക്ഷത്തിൻ്റെ ഹിതത്തെ മാനിക്കുക എന്നിവയൊക്കെ കളിയിൽ സ്വയം പാലിക്കപ്പെടുന്നുണ്ട്. ആഗമന നിഗമന രീതികളുണ്ട് ആഗമന നിഗമന രീതികൾ. ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് മെത്തേഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ആഗമന നിഗമന രീതികൾ അഥവാ ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് മെത്തേഡ്. എന്താണ് ആഗമന രീതി എന്ന് നമുക്കൊന്ന് നോക്കാം ആഗമന രീതി പഠന പ്രക്രിയയിൽ ധാരാളമായിട്ട് പ്രയോജനപ്പെടുത്തുന്ന പഠന രീതിയാണ് ആഗമന നിഗമന രീതി എന്ന് പറയുന്നത്. അപ്പോൾ പഠന പ്രക്രിയയിൽ ധാരാളമായി പ്രയോജനപ്പെടുത്തുന്ന പഠന രീതിയാണ് ആഗമന നിഗമന രീതി എന്നത്. ഉദാഹരണങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും പൊതുതത്വത്തിലേക്ക് എത്തിച്ചേരുന്ന പഠന രീതിയാണ് ആഗമന രീതി. ഉദാഹരണങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും പൊതുതത്വത്തിലേക്ക് എത്തിച്ചേരുന്ന പഠന രീതിയാണ് ആഗമന പഠന രീതി എന്നത്. ആഗമന പഠന രീതിയിൽ അല്ലെങ്കിൽ ആഗമന രീതിയിൽ പഠിതാവിൻ്റെ നിരീക്ഷണത്തിലൂടെയും വിശകലനത്തിലൂടെയുമാണ് ആശയരൂപീകരണം നടക്കുന്നത്. അപ്പോൾ ആഗമന രീതിയിൽ പഠിതാവിൻ്റെ നിരീക്ഷണത്തിലൂടെയും വിശകലനത്തിലൂടെയുമാണ് ആശയരൂപീകരണം നടക്കുന്നത്. ആഗമന രീതിയിൽ പഠിതാവ് അവരുടെ ബുദ്ധി, മുന്നനുഭവം, ചിന്താശേഷി എന്നീ മാനസിക പ്രക്രിയകൾ പഠനത്തിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ആഗമന രീതിയിൽ പഠിതാവ് അവരുടെ ബുദ്ധി, മുന്നനുഭവങ്ങൾ, ചിന്താശേഷി എന്നീ മാനസിക പ്രക്രിയകൾ പഠനത്തിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി ആഗമന രീതിയുടെ മികവുകളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം ആഗമന രീതിയുടെ മികവുകൾ എന്തെല്ലാമാണ്? നിരീക്ഷിച്ച വസ്തുക്കളെക്കുറിച്ച് യുക്തിപരമായ നിഗമനം രൂപപ്പെടുത്തുന്നതിനുള്ള സ്വാഭാവികമായ രീതി. ആഗമന രീതിയുടെ മികവുകൾ എന്താണ്? നിരീക്ഷിച്ച വസ്തുക്കളെക്കുറിച്ച് യുക്തിപരമായ നിഗമനം രൂപപ്പെടുത്തുന്നതിനുള്ള സ്വാഭാവികമായ രീതി. അതാണ് ഒന്നാമത്തെ രീതി. ജീവിതവുമായി നേരിട്ട് ബന്ധമുള്ള സംഭവങ്ങളെയും പ്രതിഭാസങ്ങളെയും സംബന്ധിച്ച്
വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഇത് സഹായിക്കുന്നു. അപ്പോൾ ജീവിതവുമായി നേരിട്ട് ബന്ധമുള്ള സംഭവങ്ങളെയും പ്രതിഭാസങ്ങളെയും സംബന്ധിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഇത് സഹായിക്കുന്നു. നിരീക്ഷിച്ച വിവരങ്ങൾക്കനുസരിച്ച് നിരീക്ഷിച്ച വിവരങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് വിമർശനാത്മകമായി ചിന്തിക്കാനും വിലയിരുത്താനും ബോധ്യപ്പെടാനും അതുവഴി യുക്തിപരമായ നിഗമനങ്ങൾ രൂപീകരിക്കാനും സാധിക്കുന്നുണ്ട്. നിരീക്ഷിച്ച വിവരങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് വിമർശനാത്മകമായി ചിന്തിക്കാനും വിലയിരുത്താനും ബോധ്യപ്പെടാനും അതുവഴി യുക്തിപരമായ നിഗമനങ്ങൾ രൂപീകരിക്കാനും സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് അന്വേഷണാത്മക പഠനത്തിലേക്കൊന്ന് നോക്കാം. അന്വേഷണാത്മക പഠനം എന്താണ്? അന്വേഷണാത്മക പഠനം പ്രശ്നാധിഷ്ഠിത പഠനം പ്രശ്നാധിഷ്ഠിത പഠനം, പ്രൊജക്റ്റ് രീതിയിലുള്ള പഠനം എന്നിവയിൽ പ്രയോജനപ്പെടുത്തുന്നത് ആഗമന രീതിയിലുള്ള പ്രക്രിയയാണ്. അതായത് അന്വേഷണാത്മക പഠനത്തിലും പ്രശ്നാധിഷ്ഠിത പഠനത്തിലും പ്രൊജക്റ്റ് രീതിയിലുള്ള പഠനത്തിലും പ്രയോജനപ്പെടുന്നത് ആഗമന രീതിയിലുള്ള പ്രക്രിയയാണ് എന്ന് മനസ്സിലാക്കുക. പഠനത്തിൽ പഠിതാവിൻ്റെ സജീവ പങ്കാളിത്തം ഇവിടെ ഉറപ്പുവരുത്തുന്നുണ്ട്. പഠിതാക്കൾ സ്വയം പൊതുതത്വങ്ങൾ രൂപീകരിക്കുന്നുണ്ട്. വിശകലനാത്മക ചിന്ത വളർത്താനും ഉയർന്ന തലത്തിലുള്ള ചിന്താശേഷി വികസിപ്പിക്കാനും ഇവിടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ പഠിതാക്കൾ സ്വയം പൊതുതത്വങ്ങൾ രൂപീകരിക്കുന്നുണ്ട്. വിശകലനാത്മക ചിന്ത വളർത്താനും ഉയർന്ന തലത്തിലുള്ള ചിന്താശേഷി വികസിപ്പിക്കാനും നമുക്ക് ഇവിടെ കഴിയുന്നുണ്ട്. ഇവിടെ പഠനം രസകരമാക്കപ്പെടുന്നൊരു കാലാവസ്ഥയാണ് ഉള്ളത്. ഇതിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പരിമിതികൾ എന്തൊക്കെയാണ്? ആഗമന രീതിയിലുള്ള പഠന പ്രക്രിയ കൂടുതൽ സമയം വേണ്ടി വരുന്നതാണ്. ഭാവന, സർഗാത്മകത എന്നിവയും കൂടുതൽ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആഗമന രീതിയിലുള്ള പഠന പ്രക്രിയയ്ക്ക് സമയക്കൂടുതൽ വേണം. ഭാവനയും സർഗാത്മകതയും ഇത് ആവശ്യപ്പെടുന്നുമുണ്ട്. ഇത് നടപ്പിലാക്കുന്നതിന് കൂടുതൽ അധ്യാപന വൈദഗ്ധ്യവും ആവശ്യമാണ്. നിഗമന രീതിയുണ്ട്. എന്താണ് നിഗമന രീതി എന്ന് പറയുന്നത്? അപ്പം നിഗമന രീതി എന്ന് വെച്ചാൽ എന്താണ്? ആദ്യം സിദ്ധാന്തം അഥവാ നിയമം അവതരിപ്പിക്കുകയും പിന്നെ സന്ദർഭങ്ങളിലൂടെയും ഉദാഹരണങ്ങളിലൂടെയും ആശയം വിശദമാക്കുകയും ചെയ്യുന്ന പഠന രീതിയാണ് നിഗമന രീതി എന്ന് പറയുന്നത്. ആദ്യം സിദ്ധാന്തം അഥവാ നിയമം അവതരിപ്പിക്കുകയും പിന്നെ സന്ദർഭങ്ങളിലൂടെയും ഉദാഹരണങ്ങളിലൂടെയും ആശയം വിശദമാക്കുകയും ചെയ്യുന്ന പഠന രീതിയാണ് നിഗമന രീതി എന്ന് പറയുന്നത്. നിഗമന രീതി ഒരു അധ്യാപക കേന്ദ്രിത പഠന രീതിയാണ്. നിഗമന രീതി എന്ന് പറയുന്നത് എന്താണ്? ഒരു അധ്യാപക കേന്ദ്രിത പഠന രീതിയാണ് നിഗമന രീതി എന്ന് പറയുന്നത്. വ്യവഹാരവാദത്തിൽ അധിഷ്ഠിതമായ പാഠ്യപദ്ധതി പിന്തുടരുന്ന ക്ലാസ് മുറിയിൽ നിഗമന രീതി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. വ്യവഹാരവാദത്തിൽ അധിഷ്ഠിതമായ പാഠ്യപദ്ധതി പിന്തുടരുന്ന ക്ലാസ് മുറിയിൽ നിഗമന രീതി ഇവിടെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇനി എന്താണ് ആഗമന നിഗമന രീതി എന്ന് നമുക്ക് നോക്കാം. ആഗമന നിഗമന രീതി എന്താണ് എന്ന് നോക്കാം. എന്താണ് ഒറ്റനോട്ടത്തിൽ എന്താണ് ആഗമന നിഗമന രീതി? എന്താണ് ഒറ്റനോട്ടത്തിൽ ആഗമന രീതി? നമുക്ക് നോക്കാം. ഇൻഡക്റ്റീവ് മെത്തേഡാണ് ആഗമന രീതി എന്ന് പറയുന്നത്. ശിശുകേന്ദ്രീകൃതമാണ് ആഗമന രീതി. അറിവിൻ്റെ ഒഴുക്ക് ഉദാഹരണങ്ങളിൽ നിന്ന് പൊതുതത്വത്തിലേക്ക് എന്നാണ് പറയുന്നത്. ശിശുകേന്ദ്രീകൃതം. അറിവിൻ്റെ ഒഴുക്ക് ഉദാഹരണങ്ങളിൽ നിന്ന് പൊതുതത്വത്തിലേക്കെന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ്? സ്വാശ്രയശീലമാണ് വളർത്തുന്നത്. അപ്പോൾ സ്വാശ്രയശീലം വളർത്തുന്നു, പുതിയ അറിവിലേക്ക് നയിക്കുന്നു. ശിശുകേന്ദ്രീകൃതമാണ്. അറിവിൻ്റെ ഒഴുക്ക് ഉദാഹരണങ്ങളിൽ നിന്ന് പൊതുതത്വത്തിലേക്ക് ആണ് വരുന്നത്. സ്വാശ്രയശീലം വളർത്തപ്പെടുന്നുണ്ട്, പുതിയ അറിവിലേക്ക് നയിക്കപ്പെടുന്നുണ്ട്. പ്രവർത്തനങ്ങളിലൂടെ പുതിയ ആശയങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. സമയം അധികം വേണ്ടിവരുന്നുണ്ട്. സമയം ധാരാളം വേണ്ടിവരുന്നുണ്ട്. കുട്ടികളുടെ കാഴ്ചപ്പാടിന് യോജിച്ചതാണ് ഇത്. അന്വേഷണാത്മക രീതി, പ്രൊജക്റ്റ് രീതി, പ്രശ്ന അപഗ്രഥന രീതി എന്നിവയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. വിശകലനാത്മക ചിന്ത വളർത്തുന്നുണ്ട്. വിശകലനാത്മക ചിന്ത ഇവിടെ വളർത്തപ്പെടുന്നുണ്ട്. പിന്നുള്ളത് നിഗമന രീതിയാണ് അഥവാ ഡിഡക്റ്റീവ് മെത്തേഡാണ് നിഗമന രീതി അഥവാ ഡിഡക്റ്റീവ് മെത്തേഡാണ്. അധ്യാപക കേന്ദ്രിതം എന്നാണ് അത് അറിയപ്പെടുന്നത്. നിഗമന രീതി അഥവാ അധ്യാപക കേന്ദ്രിതം. എന്താണ് അധ്യാപക കേന്ദ്രിതം അഥവാ നിഗമന രീതി? അറിവിൻ്റെ ഒഴുക്ക് പൊതുതത്വത്തിൽ നിന്ന് ഉദാഹരണങ്ങളിലേക്ക് എന്നാണ് പറയുന്നത്. അറിവിൻ്റെ ഒഴുക്ക് പൊതുതത്വത്തിൽ നിന്ന് ഉദാഹരണങ്ങളിലേക്ക്. അതായത് ഒന്ന് ആശ്രിതത്വം വളർത്തുന്നു. അധ്യാപകൻ ആരാണ്? അറിവ് പകർന്നു കൊടുക്കുന്നവനാണ് അധ്യാപകൻ. അറിവ് പകർന്നു കൊടുക്കുന്നു. അധ്യാപകൻ ആശയം വിശദീകരിക്കുന്നു. ഇവിടെ കുറച്ച് സമയം മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ. അത് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ്. പ്രഭാഷണ രീതി, ഡെമോൺസ്ട്രേഷൻ രീതി എന്നിവയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ആശയങ്ങൾ കേട്ട് പഠിക്കുന്നുണ്ട്.
പ്രഭാഷണ രീതി അഥവാ ലെക്ചർ മെത്തേഡാണ്. ലെക്ചർ മെത്തേഡ് അഥവാ പ്രഭാഷണ രീതി എന്താണ്? അധ്യാപക കേന്ദ്രിത പഠന രീതിയാണ് പ്രഭാഷണ രീതി എന്ന് പറയുന്നത്. അധ്യാപക കേന്ദ്രിത പഠന രീതിയാണ് പ്രഭാഷണ രീതി എന്ന് പറയുന്നത്. വ്യവഹാരവാദത്തിൽ അധിഷ്ഠിതമായ പഠന സിദ്ധാന്തം അടിസ്ഥാനമാക്കി നിലനിന്നിരുന്ന പാഠ്യപദ്ധതിയിലാണ് പ്രഭാഷണ രീതി പ്രയോജനപ്പെടുന്നത്. വ്യവഹാരവാദത്തിൽ അധിഷ്ഠിതമായ പഠന സിദ്ധാന്തം അടിസ്ഥാനമാക്കിക്കൊണ്ട് നിലനിന്നിരുന്ന പാഠ്യപദ്ധതിയിലാണ് പ്രഭാഷണ രീതി പ്രയോജനപ്പെടുന്നത്. പ്രഭാഷണ രീതിയുടെ 4 ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? പ്രഭാഷണ രീതിയുടെ 4 ധർമ്മങ്ങൾ അത് അവതരിപ്പിച്ചത് റോൺസ്കി അല്ലേ, WRONSKI, റോൺസ്കിയും സ്റ്റാൻലി എന്നിവരാണ് പ്രഭാഷണ രീതിയുടെ 4 ധർമ്മങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പ്രഭാഷണ രീതിയുടെ 4 ധർമ്മങ്ങൾ ഏതെല്ലാം എന്ന് ഒന്ന് നോക്കാം അല്ലേ. പ്രഭാഷണ രീതിയുടെ 4 ധർമ്മങ്ങൾ ഏതെല്ലാമാണ്? ഒന്ന്, കുട്ടികളിൽ താല്പര്യമുണർത്തുവാൻ വേണ്ടി ചെയ്യുന്നത് അഥവാ ടു മോട്ടിവേറ്റ് എന്നാണ് പറയുന്നത് അല്ലേ. കുട്ടികളിൽ താല്പര്യമുണർത്തുവാൻ വേണ്ടി ചെയ്യുന്നത് അഥവാ ടു മോട്ടിവേറ്റ് എന്നാണ് പറയുന്നത്. 2, കുട്ടികളിൽ വ്യക്തത വരുത്തുവാൻ വേണ്ടിയുള്ളത് ടു ക്ലാരിഫൈ എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ടു ക്ലാരിഫൈ. 3-മത്തേത് അവലോകനം ചെയ്യുവാൻ, അതായത് ടു റിവ്യൂ എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ടു റിവ്യൂ. പിന്നീടുള്ളത് വിപുലീകരിക്കൽ ആണ് അല്ലെങ്കിൽ വിപുലീകരിക്കുക ആണ്, അതാണ് ടു എക്സ്പാൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്, ടു എക്സ്പാൻഡ്. അപ്പോൾ പ്രഭാഷണ രീതിയുടെ 4 ധർമ്മങ്ങൾ: ഒന്ന്, ടു മോട്ടിവേറ്റ് കുട്ടികളിൽ താല്പര്യമുണർത്തുക, ടു ക്ലാരിഫൈ വ്യക്തത വരുത്തുക, ടു റിവ്യൂ അവലോകനം ചെയ്യുക, ടു എക്സ്പാൻഡ് വിപുലീകരിക്കുക. ഇതൊക്കെയാണ് അതായത് പ്രഭാഷണ രീതിയുടെ 4 ധർമ്മങ്ങൾ ഇതെല്ലാമാണ്. ഇനി നമുക്ക് പ്രഭാഷണ രീതിയുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം. എന്തെല്ലാമാണ് പ്രഭാഷണ രീതിയുടെ ലക്ഷ്യങ്ങൾ? ഒരു വിഷയത്തെക്കുറിച്ചുള്ള പൊതുവിവരം നൽകുന്നതിന്, അവതരിപ്പിക്കുന്ന പുതിയ ആശയങ്ങൾക്ക് അംഗീകാരവും വ്യക്തതയും വരുത്തുന്നതിന്, അടിസ്ഥാന മനോഭാവത്തിൽ മാറ്റം വരുത്തുന്നതിന് അല്ലേ. അതായത് പ്രഭാഷണ രീതിയുടെ ലക്ഷ്യങ്ങൾ എന്താണ്? ഒരു വിഷയത്തെക്കുറിച്ചുള്ള പൊതുവായ വിവരം നൽകുന്നതിനായിട്ട്, അവതരിപ്പിക്കുന്ന പുതിയ ആശയങ്ങൾക്ക് അംഗീകാരവും വ്യക്തതയും വരുത്തുന്നതിനായിട്ട്, അടിസ്ഥാന മനോഭാവത്തിൽ മാറ്റം വരുത്തുന്നതിനായിട്ട്, പ്രത്യേക ശേഷി നേടുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട്, പ്രത്യേക ശേഷി നേടുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട്. ഇനി പ്രഭാഷണ രീതിയുടെ പ്രധാനപ്പെട്ട ഗുണങ്ങളുണ്ട്. അതെന്തെല്ലാമാണ്? പ്രഭാഷണ രീതിയുടെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തെല്ലാമാണ്? ഒന്ന്, ചെലവ് കുറഞ്ഞ രീതിയാണ് പ്രഭാഷണ രീതി എന്ന് പറയുന്നത്. ചെലവ് കുറഞ്ഞ രീതിയാണ്. കൂടുതൽ പേരെ ഒരേ സമയം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നു. അതായത് കൂടുതൽ പേരെ ഒരേ സമയം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നു. മറ്റ് പഠനോപകരണങ്ങളൊന്നും തന്നെ ആവശ്യമില്ല. അതായത് ലാബ് വേണ്ട, ലൈബ്രറി വേണ്ട, ഒന്നും തന്നെ ആവശ്യമില്ലാത്ത ഒരു പഠന രീതിയാണ് പ്രഭാഷണ രീതി എന്ന് പറയുന്നത്. വേഗത്തിൽ അറിവ് വിനിമയം ചെയ്യാനും പാഠ്യവസ്തു വേഗത്തിൽ പഠിപ്പിച്ചു തീർക്കാനും ഇവിടെ സാധിക്കുന്നുണ്ട്. വേഗത്തിൽ അറിവ് വിനിമയം ചെയ്യാനും പാഠ്യവസ്തു വേഗത്തിൽ പഠിപ്പിച്ചു തീർക്കാനും ഇവിടെ സാധിക്കുന്നുണ്ട്. നല്ല പ്രഭാഷണങ്ങൾ അല്ലെ, നല്ല പ്രഭാഷണങ്ങൾ കുട്ടികളുടെ അഭിപ്രേരണ വർദ്ധിപ്പിക്കാനും, നല്ല പ്രഭാഷണങ്ങൾ കുട്ടികളുടെ അഭിപ്രേരണ വർദ്ധിപ്പിക്കാനും അവരുടെ സർഗാത്മക ചിന്തനത്തെ പ്രചോദിപ്പിക്കാനും സാധിക്കുന്നുണ്ട്. അതായത് നല്ല പ്രഭാഷണങ്ങൾ കുട്ടികളുടെ അഭിപ്രേരണ വർദ്ധിപ്പിക്കാനും അവരുടെ സർഗാത്മക ചിന്തനത്തെ പ്രചോദിപ്പിക്കാനും സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്ത മെത്തേഡ് ഡെമോൺസ്ട്രേഷൻ മെത്തേഡുണ്ട്. എന്താണ് ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്? ഡെമോൺസ്ട്രേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഡെമോ നൽകുക അല്ലെങ്കിൽ പ്രവർത്തനം അല്ലെങ്കിൽ ആശയം നടപ്പിലാക്കുക എന്നതാണ്. ഡെമോൺസ്ട്രേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഡെമോ നൽകുക അല്ലെങ്കിൽ പ്രവർത്തനം അല്ലെങ്കിൽ ആശയം നടപ്പിലാക്കുക എന്നതാണ്. ഈ രീതിയിൽ അധ്യാപക പഠന പ്രക്രിയ ചിട്ടയായ രീതിയിലാണ് നടത്തുന്നത്. ഈ രീതിയിൽ അധ്യാപക പഠന പ്രക്രിയ ചിട്ടയായ രീതിയിലാണ് നടത്തിവരുന്നത്. അപ്പോൾ ഡെമോൺസ്ട്രേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഡെമോ നൽകുക അല്ലെങ്കിൽ പ്രവർത്തനം അല്ലെങ്കിൽ ആശയം നടപ്പിലാക്കുക എന്നതാണ്. ഈ രീതിയിൽ അധ്യാപക പഠന പ്രക്രിയ ചിട്ടയായിട്ടുള്ള ഒരു രീതിയിലാണ് നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അധ്യാപകൻ വിദ്യാർത്ഥികളെ വ്യവസ്ഥാപിതവും ഘട്ടം ഘട്ടമായുള്ളതുമായ പ്രദർശന രീതി ഉപയോഗിച്ചാണ് പഠിപ്പിക്കുന്നത്. അധ്യാപകൻ വിദ്യാർത്ഥികളെ വ്യവസ്ഥാപിതവും ഘട്ടം ഘട്ടമായുള്ളതുമായ പ്രദർശന രീതി ഉപയോഗിച്ചാണ് പഠിപ്പിക്കുന്നത്. പ്രദർശന രീതി അഥവാ ഡെമോൺസ്ട്രേഷൻ അല്ലെ, അധ്യാപനത്തിൻ്റെ പ്രായോഗിക മാർഗമാണ് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത്. അധ്യാപനത്തിൻ്റെ പ്രായോഗിക മാർഗമാണ് ഡെമോൺസ്ട്രേഷൻ. പുതിയ ചാർട്ടുകൾ, പോസ്റ്ററുകൾ, പവർ പോയിന്റുകൾ മുതലായ അനവധി ദൃശ്യങ്ങളുടെ സഹായത്തോടെ ഒരു ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന അധ്യാപന രീതിയാണ് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഫ്ലിപ്പ് ചാർട്ടുകൾ, പോസ്റ്ററുകൾ, പവർ പോയിന്റുകൾ മുതലായ അനവധി ദൃശ്യങ്ങളുടെ സഹായത്തോടെ ഒരു ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന അധ്യാപന രീതിയാണ് ഡെമോൺസ്ട്രേഷൻ. വിദ്യാർത്ഥികൾക്ക് സിദ്ധാന്തങ്ങളെ യഥാർത്ഥ പരിശീലനവുമായി ബന്ധിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ട് നേരിടുമ്പോൾ, അതായത് വിദ്യാർത്ഥികൾക്ക് സിദ്ധാന്തങ്ങളെ യഥാർത്ഥ പരിശീലനവുമായി ബന്ധിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ട് നേരിടുമ്പോൾ അല്ലെങ്കിൽ
വിദ്യാർത്ഥികൾക്ക് സിദ്ധാന്തങ്ങളുടെ പ്രയോഗങ്ങൾ നടത്താൻ കഴിയാതെ വരുമ്പോൾ ഡെമോൺസ്ട്രേഷൻ രീതിയാണ് ഉപയോഗപ്പെടുത്തുന്നത്. വിദ്യാർത്ഥികൾക്ക് സിദ്ധാന്തങ്ങളെ യഥാർത്ഥ പരിശീലനവുമായി ബന്ധിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ട് നേരിടുമ്പോൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് സിദ്ധാന്തങ്ങളുടെ പ്രയോഗങ്ങൾ നടത്താൻ കഴിയാതെ വരുമ്പോൾ ഡെമോൺസ്ട്രേഷൻ രീതി ഉപയോഗപ്പെടുത്തുന്നു. ഇനി ഡെമോൺസ്ട്രേഷൻ രീതിയുടെ മികവുകൾ എന്തെല്ലാമെന്ന് നോക്കാം. ഡെമോൺസ്ട്രേഷൻ രീതിയുടെ മികവുകൾ എന്തെല്ലാമാണ്? വിദ്യാർത്ഥികൾക്ക് കൂടുതൽ വിഷയങ്ങൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കൊരു വിഷയം കൂടുതൽ ആഴത്തിലും എളുപ്പത്തിലും മനസ്സിലാക്കുന്നതിനും പഠന പ്രക്രിയ സജീവമായി നിലനിർത്താനും സഹായിക്കുന്നതാണ് ഡെമോൺസ്ട്രേഷൻ രീതിയുടെ മികവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വിഷയം കൂടുതൽ ആഴത്തിലും എളുപ്പത്തിലും മനസ്സിലാക്കുന്നതിനും പഠന പ്രക്രിയ സജീവമായി നിലനിർത്തുന്നതിന് സഹായിക്കുന്നതാണ് ഡെമോൺസ്ട്രേഷൻ രീതിയുടെ മികവുകൾ എന്ന് പറയുന്നത്. വിദ്യാർത്ഥികൾക്കിടയിൽ വിഷയങ്ങളിൽ താൽപ്പര്യം സൃഷ്ടിക്കുകയും ഇത് മൂർത്ത പഠനത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ വിഷയങ്ങളിൽ താൽപ്പര്യം സൃഷ്ടിക്കുകയും ഇത് മൂർത്ത പഠനത്തിലേക്ക്, അതായത് കോൺക്രീറ്റ് ലേണിങ്ങിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇനി പ്രതിഫലന ചിന്തയുടെ തത്വങ്ങളെ കണക്കിലെടുക്കുന്ന രീതിയാണ്. പ്രതിഫലന ചിന്തയുടെ തത്വങ്ങളെ കണക്കിലെടുക്കുന്നത് എങ്ങനെയാണ്? വിദ്യാർത്ഥികൾക്ക് പരമാവധി അറിവും കണ്ടെത്തലിൻ്റെ മനോഭാവം ഉണർത്താനും സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പരമാവധി അറിവും കണ്ടെത്തലിൻ്റെ മനോഭാവം ഉണർത്താനും സഹായകമാകുന്നതാണ് പ്രതിഫലന ചിന്തയുടെ തത്വങ്ങളെന്ന് പറയുന്നത്. ഇനി ഡെമോൺസ്ട്രേഷൻ രീതിയുടെ 6 ഘട്ടങ്ങളുണ്ട്. എന്തെല്ലാമാണ് ഡെമോൺസ്ട്രേഷൻ രീതിയുടെ 6 ഘട്ടങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന് ആസൂത്രണവും തയ്യാറെടുപ്പുമാണ്. ഒന്ന് ആസൂത്രണവും തയ്യാറെടുപ്പും, പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നു. ആസൂത്രണവും തയ്യാറെടുപ്പും പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷനാണ്. രണ്ടാമത്തേത് പാഠം അവതരിപ്പിക്കലാണ്. ഇൻട്രൊഡ്യൂസിങ് സെഷനാണ് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസിങ് ലെസൺ ആണ് പാഠം അവതരിപ്പിക്കൽ. ആസൂത്രണവും തയ്യാറെടുപ്പും, പ്ലാനിങ് ആൻഡ് പ്രിപ്പറേഷൻ. 2 പാഠം അവതരിപ്പിക്കൽ, ഇൻട്രൊഡ്യൂസിങ് ലെസൺ എന്നാണ് പറയുന്നത്. 3 വിഷയത്തിൻ്റെ അവതരണം. വിഷയത്തിൻ്റെ അവതരണം അഥവാ പ്രസൻറ്റേഷൻ ഓഫ് സബ്ജക്റ്റ് എന്നാണ് പറയുന്നത്. വിഷയത്തിൻ്റെ അവതരണം പ്രസൻറ്റേഷൻ ഓഫ് സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നു. 4ാമത്തേത് പ്രദർശനമാണ്. ഡെമോൺസ്ട്രേഷനാണ്. ഡെമോൺസ്ട്രേഷനാണ്, പ്രദർശനമാണ്. 5 ടീച്ചിങ് എയ്ഡ്സ് എന്ന് പറയും. ടീച്ചിങ് എയ്ഡ് അതായത് അതായത് പാഠ്യസഹായികൾ അല്ലെങ്കിൽ ടീച്ചർ എന്ന് പറയുന്ന ആളിനെ സഹായിക്കുന്ന ഉപകരണങ്ങളാണ് ടീച്ചിങ് എയ്ഡ്സ് എന്ന് പറയുന്നത്. 6ാമത്തേത് മൂല്യനിർണ്ണയം അഥവാ ഇവാലുവേഷൻ എന്ന് പറയുന്നതാണ്. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഏതായിരുന്നു? നമ്മുടെ പാഠ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠന പ്രക്രിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാസിസ് അക്കാഡമി നൽകുന്ന ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്